ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫൈൻ ടോക്സിൻ്റെ മറ്റൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ ചങ്കമച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നവർക്കുള്ള പ്രത്യേകവർക്കുള്ള ഒരു കാര്യമാണ്. ഇപ്പം കാഴ്ചയുള്ളവർ തന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരെന്തെങ്കിലും മാറ്റി സെറ്റിങ്സൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്കുള്ള കയ്യേറി തട്ടി മിക്കവാറും ടോപ്പാക്കൊക്കെ ഓണാവാറുണ്ടല്ലേ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നോർമലി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ചിലർക്ക് വരുന്നൊരു പ്രശ്നമാണ്. എനിക്ക് വരത്തില്ല, ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞാൻ ടോപ്പ് ബാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം നോർമലി ആയിട്ട് ഇപ്പോൾ കാഴ്ചയുള്ളവർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് നോക്കുമായിരിക്കും. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മൾ കയ്യേറി സെറ്റിങ്സിലോട്ട് പോകും. സെറ്റിങ്സിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കുള്ള കയ്യേറി തട്ടി മിക്കവാറും ടോപ്പ് ബാക്ക് ഓൺ ആവാറുണ്ട്. ഈ സാധനം ഓണാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതെന്താ പറയുന്നത്, ഇതെന്താ സംസാരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാതെയൊക്കെ വരും. അപ്പോഴത്തേക്കും ഇവർ ഓഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ കടയിലോ, മൊബൈൽ കടയിലോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇവർ ഈ ടോപ്പ് ബാക്ക് എന്ന് പറയുന്ന സാധനം ഇത് ഓഫ് ചെയ്യാൻ നോക്കും. പക്ഷേ നോക്കുമ്പോഴത്തേക്കും അവർക്കിത് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ചിലർക്ക് ഇത് ഓഫാക്കാൻ അറിയത്തില്ലായിരിക്കും, ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള വിഷൻസ് ആൾക്കാർക്കുണ്ട്. അപ്പം നമുക്ക് തന്നെ ഇത് സ്വന്തമായി ഓഫ് ചെയ്യാനും ഓണാക്കുവാനും കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഫോണിനകത്തുണ്ട്. അപ്പം ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അതായത് വോളിയം കൂട്ടുന്നതും വോളിയം കുറയ്ക്കുന്നതും, അതായത് വോളിയം അപ്പും ഡൗണും ഞെക്കി പിടിച്ച് ഒരുമിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ടോപ്പ് ബാക്ക് ഓൺ ആകുകയും ടോപ്പ് ബാക്ക് ഓഫ് ആകുകയും ചെയ്യും. അപ്പം നമുക്ക് ആദ്യമേ ടോപ്പ് ബാക്ക് ഓൺ ആക്കാം, എന്നിട്ട് ഞാൻ ടോപ്പ് ബാക്ക് ഓഫ് ആക്കുന്നതും എങ്ങനെയാണെന്നും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇവിടെ ടോപ്പ് ബാക്ക് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ടോപ്പ് ബാക്ക് ഓൺ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അപ്പം ഞാനിനി ഇത് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. ഞാൻ ഇത് ഇപ്പോൾ ടോപ്പ് ബാക്ക് ഓൺ എന്ന് പറഞ്ഞു കേട്ടല്ലോ, ഇപ്പോൾ സംസാരിക്കുന്ന കേട്ടല്ലോ. ഓക്കെ, ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ പ്ലാമൂഡ് എന്നൊക്കെ പറയുന്നത്, ഞാൻ പ്ലാമൂഡാണ് നിൽക്കുന്നത്, പട്ടം പ്ലാമൂഡാണ് പഠിക്കുന്നത്. അപ്പം നമുക്കിനി ടോപ്പ് ബാക്ക് ഓഫ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. Music volume set to 66%. Top back off. ഓക്കെ, ഇവിടെ ടോപ്പ് ബാക്ക് ഓഫ് ആയിട്ടുണ്ട്. എൻ്റെ വോളിയം കീ ചെറിയൊരു കുഴപ്പമാണ്, ഭയങ്കര പാടാണ്, അത്യാവശ്യം പാടുള്ള വോളിയം കീ ആണ്, അതുകൊണ്ടാണ് ഓഫ് ആക്കി പാട് കിട്ടുന്നത്, ക്ഷമിക്കുക. അപ്പം നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ച് ടോപ്പ് ബാക്ക് ഓൺ ആക്കുകയും ടോപ്പ് ബാക്ക് ഓഫ് ആക്കുകയും ചെയ്യാം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ഇപ്പോൾ ടോപ്പ് ബാക്ക് ഓൺ ആക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ടോപ്പ് ബാക്ക് ഇവിടെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ടോപ്പ് ബാക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സംസാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടോപ്പ് ബാക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ആക്കുന്നത് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള അക്സസിബിലിറ്റി സെറ്റിങ്സിൽ പോവുക. ടോപ്പ് ബാക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്സസിബിലിറ്റി സെറ്റിങ്സിൽ പോയി ടോപ്പ് ബാക്ക് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ അവിടെ ടോപ്പ് ബാക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അക്സസിബിലിറ്റി സെറ്റിങ്സിൽ പോവാം. ഓക്കെ, ഇവിടെ അക്സസിബിലിറ്റി സെറ്റിങ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അക്സസിബിലിറ്റി സെറ്റിങ്സ് എടുക്കാം. ഓക്കെ, ഇവിടെ അക്സസിബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നമുക്ക് ടോപ്പ് ബാക്ക് കാണും, ടോപ്പ് ബാക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ടോപ്പ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പ് ബാക്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ടോപ്പ് ബാക്ക് ടിക്കാണ് കിടക്കുന്നത്, ടോപ്പ് ബാക്ക് ഓൺ ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇത് ടേൺ ഓഫ് കൊടുക്കാം. ടേൺ ഓഫ് ടോപ്പ് ബാക്കിലൂടെ ക്യാൻസൽ ടേൺ ഓഫ് ഉണ്ട്, ഈ ടേൺ ഓഫ് കൊടുക്കുക. ഓക്കെ, നമ്മളെ ടോപ്പ് ബാക്ക് ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം
അടുത്തൊരു നല്ല കിടക്കാച്ചി വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.